ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക അച്ചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. മാറ്റണം. കടുകിട്ട് കൊടുക്കാം. നമുക്കിനി കടുകും ഉലുവയും ഒക്കെ പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് മൂക്കുന്ന പോലെ നമുക്കൊന്ന് വഴറ്റി നന്നായിട്ട് മൂക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2-3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ മസാല ഈ ഒരു അച്ചാർ പൊടി ചേർക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് കടുക് ഉലുവ അതും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. അതും കൂടെ ഇതിനകത്ത് ചേർക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉപ്പും പുഴുങ്ങി നമ്മൾ ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അടത്തി ഇട്ടിട്ടുണ്ട്. നെല്ലിക്ക അടത്തിയത് പുഴുങ്ങിയിട്ട് നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ിലേക്ക് നമുക്ക് ഇതിനകത്ത് ഒരല്പം വെള്ളം, തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇച്ചിരി ഗ്രേവി നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇത് ഇതായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളം വേണ്ട, 1 ഗ്ലാസ് വെള്ളത്തോളം ഒരല്പം ഗ്രേവി ആകാൻ വേണ്ടിയിട്ട്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.